33 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടതെന്തോ തേടിക്കൊണ്ട് മധുരയിൽ വന്നെത്തിയതായിരുന്നു ശസ്ത്രക്രിയാ വിദഗ്ധയായ ഡോക്ടർ സുഭദ്രാദേവി. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് വല്ലവരും ചോദിച്ചിരുന്നെങ്കിൽ ആ ചോദ്യത്തിന് തൃപ്തികരമായൊരു മറുപടി പറയാൻ സുഭദ്രയ്ക്ക് കഴിയുമായിരുന്നില്ല. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട നീലാംബരി ഉൾപ്പെടെ വായനക്കാരെ ചിന്തിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ പ്രണയത്തിന്റെയും കാമത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ബന്ധങ്ങളുടെയും ഒക്കെ തീവ്രത തൊട്ടറിഞ്ഞ 20 കഥകൾ ചേർന്ന പുസ്തക സമാഹാരമാണിത്. ഒരു തലമുറയുടെയല്ല, പല തലമുറയുടെ വായനാ സംസ്കാരത്തെ സ്വാധീനിച്ച, കാലത്തിനു മുമ്പേ സഞ്ചരിച്ച എഴുത്തുകാരി, പുന്നയൂർക്കുളത്തെയും നാലപ്പാട്ട് തറവാടിനെയും നീർമാതളത്തെയും ഒക്കെ സ്നേഹിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട ആമി ജീവിതവും സങ്കല്പങ്ങളും ഇടകലർത്തി മാധവിക്കുട്ടി എഴുതിയെടുക്കുകയും സ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഒരിക്കലെങ്കിലും മാധവിക്കുട്ടിയെ വായിക്കാത്ത മലയാളി ഉണ്ടാവില്ല. ആമയുടെ എഴുത്തുകൾ വായനക്കാരെ എന്നും അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അക്ഷരങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച മാധവിക്കുട്ടി മലയാളിയുടെ പ്രണയസങ്കല്പങ്ങളെ ലഹരി പിടിപ്പിക്കുന്ന എന്തോ മായാജാലം തന്റെ എഴുത്തുകളിൽ ഒളിപ്പിച്ചു വെച്ചു. ആമയുടെ തുറന്നു പറച്ചിലുകളും എഴുത്തുകളും ഒക്കെ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായി. എന്നാൽ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ പിന്നീട് മലയാള സാഹിത്യ ലോകം ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. പ്രണയവും വിരഹവും എല്ലാ അനുഭൂതികളും മാധവിക്കുട്ടി എഴുതിയപ്പോൾ വായനക്കാരന് അത് പുത്തൻ അനുഭവവും ഉള്ളുതൊടുന്ന എഴുത്തുമായി. കാലമെത്ര കഴിഞ്ഞാലും മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ, എഴുത്തുകളെയും മലയാളി ഹൃദയത്തിൽ സൂക്ഷിക്കും.